ഒരു ചുവരെഴുത്തിലാണോ ഇത് ആരംഭിച്ചതെന്നറിയില്ല. പക്ഷേ ആ രണ്ട് വാക്കുകൾ അതായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ചലനങ്ങളുണ്ടാക്കിയ മുദ്രാവാക്യം. പക്ഷേ ചോര ചിതറിയ ഒരു രാത്രി, കണ്ണീരുണങ്ങാത്ത ഒരമ്മ, ആർത്തലച്ചിട്ടും ദുഃഖമൊഴിയാതെ അടങ്ങാതെ ചങ്ങാതിമാർ. അത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല. ഇടുക്കിയിലെ വട്ടവട എന്ന മലയോര ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്തേക്ക് അയാൾ വന്നിറങ്ങിയത് സ്വപ്നങ്ങൾ കൊണ്ടൊരു കൊട്ടാരം പണിയാനല്ല, പണക്കാരനാകാനുമല്ല. അയാൾ ഒപ്പം കരുതിയത്, മുറുകെ പിടിച്ചത് മനസ്സിൽ കോറിയിട്ട മുദ്രാവാക്യങ്ങളാണ്. അയാളെ ഒരു രാത്രിയിൽ അവസാനിപ്പിച്ചവർ അയാൾക്കൊപ്പം ആ മുദ്രാവാക്യങ്ങൾ കൂടിയാണ് ലക്ഷ്യമിട്ടത്. കേരളം ഏറ്റവും ചർച്ച ചെയ്ത, ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിച്ച സംഭവങ്ങളിൽ ഒന്ന്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ചുവരുകളിൽ വർഗീയതയ്ക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ കുറിച്ച വാക്കുകൾ പിന്നീടത് ഒരു നാടിന്റെ ആകെ നിലവിളിയായി മാറി. ആ ചരിത്രമാണ് അഭിമന്യുവിൻ്റേത്. 2018 ജൂലൈ 1, സമയം രാത്രി 10 മണി. അടുത്ത ദിവസമാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. പുതിയ കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനായി വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവുകയാണ്. SFIയും KSUവുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങളുമായി വൈകിയും ക്യാമ്പസിലുണ്ട്. SFI പ്രവർത്തകർ കോളേജ് മതിലിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചുവരെഴുതുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു വിവരം ലഭിക്കുന്നത്. അവർ ബുക്ക് ചെയ്തിരുന്ന ഒരു ചുവരിൽ മറ്റൊരു സംഘടന മുദ്രാവാക്യം എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ കൂട്ടത്തോടെ അങ്ങോട്ടേക്കോടി. ക്യാമ്പസാണ്, വിദ്യാർത്ഥികളാണ്. അവർ ക്ഷുഭിതരായിരുന്നു. രാത്രി 11:30. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ആ മതിലിലെ ഒരു ഭാഗത്ത് തങ്ങളുടെ സംഘടനയുടെ പേര് എഴുതിയത്. SFI പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു. ചെറിയ തോതിലുള്ള സംഘർഷം ആരംഭിച്ചു. സമയം മുന്നോട്ട് നീങ്ങി. അപ്പോഴും സംഘർഷഭരിതമാണ് ആ ക്യാമ്പസ്. ഒരു ചെറിയ പ്രകോപനം മതി, അത് സംഘട്ടനത്തിലേക്ക് നീങ്ങും. ജൂലൈ 2 പുലർച്ചെ 12:30. ഈ സമയത്താണ് ക്യാമ്പസിലേക്ക് ചിലരെത്തുന്നത്. പുറത്തുനിന്നുള്ളവരാണ്, അപരിചിതർ. ചുവരെഴുത്തിലെ തർക്കങ്ങളുടെ തുടർച്ചയാണ്. അവർ വന്നത് മഹാരാജാസ് കോളേജിന്റെ പിൻവശത്തു കൂടിയാണ്, MG റോഡ് വശത്തുള്ള ഗേറ്റിലൂടെ. തർക്കം പരിഹരിക്കാനാണ് തങ്ങൾ എത്തിയതെന്നാണ് വന്നവരുടെ അവകാശവാദം. ക്യാമ്പസിന് പുറത്തുള്ള SDPI പ്രവർത്തകരാണ്. കൂട്ടത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമുണ്ട്. തർക്കം പരിഹരിക്കാൻ പുറത്തുനിന്നുള്ളവർ വരണ്ട എന്ന കർശന നിലപാടുമായി SFI പ്രവർത്തകർ നിലയുറപ്പിച്ചു. ഹോസ്റ്റലിൽ നിന്നും മറ്റും ഇരുവശത്തും അപ്പോഴേക്കും കൂടുതൽ ആളുകളെത്തി. എന്തും സംഭവിക്കാം. തങ്ങൾ നേരത്തെ വൃത്തിയാക്കി ബുക്ക് ചെയ്തതാണ് ചുവർ എന്നതായിരുന്നു SFIയുടെ നിലപാട്. അവർ സംഘമായി ആ ഭാഗത്തേക്ക് നടന്നു. പുറത്തുനിന്ന് വന്ന SDPI പ്രവർത്തകർ അപ്പോഴേക്കും അവിടെ നിലയുറപ്പിച്ചിരുന്നു.
ക്യാമ്പസിലെ SFI നേതാവായിരുന്ന അഭിമന്യു ആയിരുന്നു ആ സംഘത്തെ നയിച്ചത്. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം, മഹാരാജാസ് കോളേജ് ബോയ്സ് ഹോസ്റ്റൽ മെസ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ അഭിമന്യു. ഉറച്ച നേതൃഗുണമുള്ള യുവാവ്. ആ രാത്രിയിൽ കൂടെയുള്ളവർ തെളിച്ച മൊബൈൽ ടോർച്ച് വെട്ടത്തിൽ ആ വെള്ളച്ചുവരിൽ അവർ എഴുതാൻ തയ്യാറെടുത്തു. പുറകുവശത്തെ ഗേറ്റിനോട് ചേർന്ന ക്യാമ്പസിന് പുറത്തേക്കുള്ള ഭാഗം. ഇതേ സമയം 20ഓളം വരുന്നൊരു സംഘം ആയുധങ്ങളുമായി അവിടേക്ക് ഇരച്ചെത്തി. അഭിമന്യുവിനോടൊപ്പം SFI പ്രവർത്തകരായ അർജുൻ, വിനീത് എന്നിവരുമുണ്ടായിരുന്നു. ആ ചുവരിലേക്ക് അവർ നോക്കി. അവർ ബുക്ക് ചെയ്തിരുന്ന ഭാഗത്തൊക്കെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നും CFI എന്നും എഴുതിയിരിക്കുന്നു. സംഘടനയുടെ കൊടിയും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അഭിമന്യു ചുവന്ന പെയിന്റ് നിറച്ച ആ ടിന്നിൽ നിന്നും ബ്രഷ് കയ്യിലെടുത്തു. ആ ചുവരിലേക്ക്, അവിടെയുണ്ടായിരുന്ന നീല നിറത്തിലെ അക്ഷരങ്ങൾക്ക് മുകളിലേക്ക് അയാൾ ആ വാക്കുകൾ വലിപ്പത്തിൽ അടയാളപ്പെടുത്തി. വർഗീയത തുലയട്ടെ. ആ മതിലിന്റെ മറ്റു ഭാഗങ്ങളിലും അവർ ആ മുദ്രാവാക്യം എഴുതി നീങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ആ ഭാഗത്തേക്ക് സംഘർഷമെത്തി. കടന്നുകയറിയ 20ഓളം വരുന്ന സംഘം കയ്യിൽ കരുതിയ ആയുധങ്ങളുമായി പാഞ്ഞെത്തി. സംഘർഷം രൂക്ഷമായി. അവർ അഭിമന്യുവിന്റെ കയ്യിലെ പെയിന്റ് ബ്രഷ് തട്ടിക്കളഞ്ഞു. വർഗീയത തുലയട്ടെ എന്ന എഴുത്ത് ഒരു ഭാഗത്ത് പൂർത്തിയായില്ല. ജൂലൈ 2 പുലർച്ചെ 12:50. സംഘർഷത്തിനിടെയാണ് പുറത്തുനിന്നെത്തിയ അക്രമികളിൽ ഒരാളുടെ കൊലക്കത്തി ഇടുക്കി വട്ടവട സ്വദേശിയായ അഭിമന്യുവിന്റെ നെഞ്ചിന് താഴെ ആഴ്ന്നിറങ്ങിയത്. ഒപ്പമുണ്ടായിരുന്ന അർജുനും കുത്തേറ്റു. സംഘർഷം പെട്ടെന്ന് മറ്റൊരു തലത്തിലേക്ക് കടന്നു. അതിക്രമിച്ചെത്തിയവർ ഓടിമറഞ്ഞു. അവർ വന്ന ദൗത്യം പൂർത്തിയാക്കിയതുപോലെ അവർ ആ ഇരുളിൽ മറഞ്ഞു. ആശങ്കയിലായ സഹപാഠികളും ഒപ്പമുണ്ടായിരുന്ന സഖാക്കളും അവരെ വാരിയെടുത്തു. കുത്തേറ്റ അഭിമന്യുവിനെ അവർ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അഭിമന്യു മരിച്ചിരുന്നു. ഒരൊറ്റക്കുത്ത്, നെഞ്ചിലേറ്റ ആ ഒരൊറ്റക്കുത്ത്, അതാണ് അഭിമന്യുവിന്റെ മരണത്തിന് കാരണമായത്. ഇതൊരു ക്യാമ്പസ് സംഘർഷത്തിൽ അവിചാരിത സംഘടനത്തിലേറ്റ ഒരു സാധാരണ മുറിവല്ല. അതിന് പിന്നിൽ കേരളം കേട്ടാൽ വിശ്വസിക്കാത്ത ഒരു ഓർഗനൈസ്ഡ് ക്രിമിനൽ സംഘം പ്രവർത്തിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ രീതി സാധാരണ ഒരു ക്യാമ്പസ് സംഘടനത്തിൻ്റെതല്ല. അത് ഒരു പ്രൊഫഷണൽ കൊലയാളി സംഘത്തിൻ്റെതായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. മരിക്കണം എന്നുറപ്പിച്ചുള്ള ആക്രമണം, പ്രിസിഷൻ ഹിറ്റ് എന്ന രീതിയായിരുന്നു അത്. കൊല്ലാനുള്ള ഏറ്റവും കുറഞ്ഞ ആക്രമണം, ഏറ്റവും കുറഞ്ഞ സമയം, മരണം ഉറപ്പാക്കിയുള്ള മുറിപ്പെടുത്തൽ. അതായിരുന്നു മഹാരാജാസിൽ ആ ഇരുട്ടിൽ നടന്ന ആക്രമണം. സംഘർഷം നടക്കുന്നതിനിടെ അഭിമന്യുവിനെ മാർക്ക് ചെയ്ത ഒരാൾ പിന്നിലൂടെ എത്തി. അയാൾ അഭിമന്യുവിനെ പുറകിൽ നിന്ന് അനങ്ങാൻ കഴിയാത്ത വിധം മുറുക്കിപ്പിടിച്ചു. കൈകൾ കോർത്ത് ലോക്കാക്കി. ഈ സമയത്ത് മറ്റൊരാൾ മുന്നിൽ നിന്നെത്തി കയ്യിൽ കരുതിയ മൂർച്ചയേറിയ കത്തി ഹൃദയത്തിൽ കൃത്യമായി കുത്തിയിറക്കി. ആ കുത്ത്, അത് ഹൃദയത്തിന്റെ താഴത്തെ അറകൾ, വെൻട്രിക്കിൾസിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരൊറ്റ കുത്തായിരുന്നു.
ഇത്തരത്തിൽ കൃത്യതയോടെയുള്ള മുറിപ്പെടുത്തൽ ഉണ്ടാക്കുന്നത് പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയ ആളുകളോ സംഘങ്ങളോ ആണ്. ഇത്തരം ഹിറ്റ് സ്ക്വാഡുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പരിശീലനം ലഭിക്കാറുണ്ട്. ആയുധത്തിന്റെ ഉപയോഗം അതും അസാധാരണമായിരുന്നു. ആക്രമണത്തിനുപയോഗിച്ച ആ മൂർച്ചയേറിയ കത്തി ശരീരത്തിനുള്ളിൽ കയറ്റിയ ശേഷം ഉള്ളിൽ വെച്ച് തിരിച്ചാണ് പുറത്തെടുത്തത്. ആന്തരിക അവയവങ്ങൾക്ക് പരമാവധി നാശമുണ്ടാക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ഏതാണ്ട് 10 സെന്റിമീറ്റർ ഉള്ളിലേക്ക് ആഴത്തിലിറക്കിയ ശേഷമാണ് അത് തിരിച്ചത്. കുത്തേറ്റ ശേഷം വെറും 40 സെക്കൻഡിനുള്ളിൽ മരണം സംഭവിക്കത്തക്ക രീതിയിലായിരുന്നു പ്രഹരം. ഫോറൻസിക് റിപ്പോർട്ടുകൾ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തിയിരുന്നു. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മഹാരാജാസ് കോളേജ് പ്രവർത്തകർ പോലീസ് ചോദ്യമുനയിലായി. ആരാണവർ? ആരൊക്കെയാണ് കോളേജിലേക്ക് എത്തിയവർ? അവരെ വിളിച്ചു വരുത്തിയതാര്? സംഘർഷം തുടങ്ങിയത് ക്യാമ്പസിൽ നിന്നാണ്, അവിടുത്തെ വിദ്യാർത്ഥികൾ തമ്മിൽ. പക്ഷെ അതിന്റെ തുടർച്ചയായി പുറത്തുനിന്ന് ആളെത്തണമെങ്കിൽ അവരെ ആരെങ്കിലും വിളിച്ചു വരുത്തണം. ആ വിളിച്ചവർക്ക് അവരെ അറിയാം. പക്ഷേ ആ വഴിയിലൂടെ നീങ്ങിയ പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അക്രമികളെല്ലാവരും ആ ഇരുളിലേക്ക് ഓടി മറഞ്ഞിരുന്നു. പക്ഷേ ആ പകലിന് മുൻപ് തന്നെ പോലീസ് ജില്ലാ അതിരുകളെല്ലാം അടച്ചു. ആ ഭാഗമെല്ലാം അരിച്ചു പെറുക്കി. ജൂലൈ 2 പുലർച്ചെ 1 മണി എറണാകുളം സെൻട്രൽ പോലീസ് സംഘം ക്യാമ്പസിലെത്തിച്ചേർന്നു. കുത്തേറ്റ അഭിമന്യുവിനെയും അർജുനെയും അപ്പോഴേക്കും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോലീസ് എത്തുമ്പോഴും ക്യാമ്പസ് സംഘർഷഭരിതം തന്നെ. ക്യാമ്പസിലെത്തിയ പോലീസ് ആദ്യ വിവരങ്ങൾ ശേഖരിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അല്ലാതെ പരിസരത്തുള്ള മറ്റു ദൃക്സാക്ഷികൾ. ചില സൂചനകൾ ലഭിച്ച പോലീസ് ടീമുകളായി തിരിഞ്ഞു. അവർ കൊലയാളികളെ വേട്ട ചെയ്യാൻ നഗരത്തിലേക്കിറങ്ങി. ശാസ്ത്രീയമായ പരിശോധനകൾക്കായി ഒരു പ്രത്യേക ടീം. ആ രാത്രിയിൽ ആ ഭാഗത്ത് പ്രവർത്തിച്ച മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ കൊലപാതകത്തിനു ശേഷം പ്രതികൾ രക്ഷപ്പെട്ട വഴികൾ തെളിയുന്നുണ്ടായിരുന്നു. ചില ആളുകളെയും വ്യക്തമായി. അവർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിൽ മണിക്കൂറുകളുടെ നിരീക്ഷണം. കുട്ടികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ. കൊലയാളി സംഘത്തിലെ ചിലർക്കടുത്തേക്ക് പോലീസ് എത്തിയ നിമിഷങ്ങൾ. എറണാകുളം നോർത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ലോഡ്ജാണ് കൊച്ചിൻ ഹൗസ്. പക്ഷേ ഇത് പ്രധാനമായും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ഒരു പ്രധാന കേന്ദ്രമായാണ് അറിയപ്പെട്ടിരുന്നത്. എറണാകുളം നഗരത്തിലെത്തുന്ന ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് താമസിക്കാനും യോഗങ്ങൾ ചേരാനുമുള്ള ഒരു സുരക്ഷിത താവളം. പോലീസ് കൊച്ചിൻ ഹൗസിന് താഴെ കാത്തിരുന്നു. ജൂലൈ 3 പ്രതികൾ ഇവിടെ ഈ കൊച്ചിൻ ഹൗസിൽ ഒത്തുകൂടിയിരുന്നിരിക്കാം. ഗൂഢാലോചന നടന്നതും ഇവിടെ തന്നെയാകാം. ഒരു ക്യാമ്പ് എന്ന നിലയിലാണ് പോലീസ് അതിനെ അപ്പോൾ കണ്ടത്. സംശയിക്കുന്നവരുടെ പട്ടിക ചികഞ്ഞു. അവരുടെ ഫോൺ നമ്പർ, ചിലരുടെ സിഗ്നൽ ഇവിടെ തന്നെയുണ്ട്. ഒരു മിന്നൽ പരിശോധന. കൊച്ചിൻ ഹൗസിൽ പോലീസ് ടീം മിന്നൽ വേഗതയിൽ കയറി. 3 പേരുണ്ട് അവരുടെ ലിസ്റ്റിൽ. ആ രാത്രിയിൽ മഹാരാജാസിലെ പിൻഗേറ്റിലെ ടവറിൽ ഉപയോഗത്തിലിരുന്ന മൊബൈൽ ഫോൺ ഉടമകൾ. ആ 3 പേരെയും ശരവേഗത്തിൽ പോലീസ് എടുത്തു. ഒന്ന് റിയാസ് ഹുസൈൻ, 37 വയസ്സ്, പള്ളുരുത്തി സ്വദേശി. 2 ബിലാൽ സജി, 19 വയസ്സ്, കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശി. 3 ഫറൂഖ് അമാനി, 19 വയസ്സ്, പത്തനംതിട്ട സ്വദേശി. പിടിയിലായവർക്ക് ആ ഇരുളിലെ ആ കൊലപാതകത്തിൽ പങ്കുണ്ട്. അഭിമന്യു എന്ന മഹാരാജാസ് 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ട്. 3 പേരും ക്യാമ്പസിന് പുറത്തുള്ളവർ. സംഘടനയുടെ പ്രധാന ഭാരവാഹിത്വമൊന്നുമില്ലാത്ത, ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ സേവന സന്നദ്ധരായ 3 പേർ. എന്നാൽ അവരിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് അപ്പോൾ ലഭിച്ചില്ല. അവർക്ക് ഫോണിലൂടെ ലഭിച്ച നിർദ്ദേശത്തിലാണ് അവർ അവിടെ എത്തിച്ചേർന്നത്.
2018 ജൂലൈ 15 ഞായറാഴ്ച. പോലീസ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചനയ്ക്ക് പുറകെ പോയി. നേരിട്ട് പങ്കുള്ള പ്രതികളുടെ നിഴൽ രൂപങ്ങളിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് അന്വേഷിക്കുന്ന ആ ഒരാൾ. ആലുവ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ആദിൽ എന്നൊരു വിദ്യാർത്ഥിയിലേക്ക് എത്തിയത്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ആദിൽ ബിൻ സലീം. ജൂലൈ 15 ഞായറാഴ്ച, ചുണങ്ങംവേലി, ആലുവ. ആദിലിനെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 20 വയസ്സുകാരനായ ആദിൽ ഒരു ബിടെക് വിദ്യാർത്ഥിയായിരുന്നു. അയാൾക്കറിയാം മഹാരാജാസിൽ നിന്നും വിളിച്ചതാരെന്ന്. ആ രാത്രിയിൽ കൊലക്കത്തിയുമായി വരാൻ അങ്ങോട്ട് ക്ഷണിച്ചതാര്? ആ പേര് അവൻ പറഞ്ഞു. കേസിലെ മുഖ്യപ്രതി, ആ നശിച്ച രാത്രിയുടെ ശില്പി. അയാളുടെ പേര് മുഹമ്മദ്. മുഹമ്മദ് മഹാരാജാസ് കോളേജിലെ 3ാം വർഷ അറബിക് വിദ്യാർത്ഥിയും ക്യാമ്പസ് ഫ്രണ്ട് യൂണിറ്റ് പ്രസിഡന്റുമായിരുന്നു. അയാളാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും പുറത്തുനിന്നുള്ള സംഘത്തെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയതും. ജൂലൈ 18 ബുധനാഴ്ച. നേരം പുലരും മുമ്പേ മുഹമ്മദ് പോലീസ് വലയിലായി. അഭിമന്യുവിനെ വധിച്ച അതേ രാത്രിയിൽ തന്നെ മുഹമ്മദ് ഗോവയിലേക്ക് ഒളിവിൽ പോയി. ദിവസങ്ങൾക്ക് ശേഷം ട്രെയിൻ മാർഗം മടങ്ങുന്നതിനിടെയാണ് മംഗലാപുരത്തിന് സമീപത്ത് വെച്ച് പോലീസ് സംഘം ഇയാളെ വലയിലാക്കിയത്. മുഹമ്മദ് ആ രാത്രി ക്യാമ്പസിലെ സംഘർഷത്തെക്കുറിച്ച് ആദിലിനെ വിളിച്ചറിയിച്ചു. മുഹമ്മദിന് ആ ഒരു കാര്യം മാത്രമേ അറിയൂ, മറ്റൊന്നും അറിയില്ല. ആദിലിനെ അല്ലാതെ അവിടെ വന്നവരെ അറിയില്ല. ആദിലിന് അറിയുന്നത് കൂട്ടത്തിൽ ഒരാളെ മാത്രം. അഭിമന്യുവിനെ കുത്തിയത് ആരെന്നറിയില്ല. പോലീസിന് ഒരു കാര്യം മനസ്സിലായി: ഒരു പ്രതിയിൽ നിന്ന് മറ്റൊരു പ്രതിയിലേക്ക് വിവരം ലഭിക്കാൻ പ്രയാസമാണ്. പരസ്പരം കണ്ണികളല്ല ഇവർ. പല ജില്ലകൾ, പല സംഘടനകൾ, പല തൊഴിലുകൾ ചെയ്യുന്നവർ, പല കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, പല പ്രായക്കാർ. ഇനി ഇവരിൽ നിന്ന് അടുത്ത കണ്ണിയിലേക്ക് ഒരു യാത്രയില്ല. സ്വന്തം അന്വേഷണ വഴി തന്നെ തേടണം, പോലീസ് ഉറപ്പിച്ചു. കയ്യിൽ കിട്ടിയ പ്രതികളുടെ ആകെ മൊബൈൽ ഫോണുകൾ, അവയുടെ ലൊക്കേഷൻ, ഇൻകമിംഗ് ഔട്ട്ഗോയിങ് സന്ദേശങ്ങൾ എല്ലാം ഒന്നൊന്നായി ചികഞ്ഞെടുത്തു. ഓരോ ആളെയായി പൂട്ടി. എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ. ഒരാൾ കൊലപാതകത്തിന്റെ ആസൂത്രകൻ. ഇവരിൽ പലരും പരസ്പരം നേരത്തെ ഒരുമിച്ചിട്ടില്ല. എല്ലാവരും ഓരോ നിർദ്ദേശങ്ങളിൽ പ്രവർത്തിച്ചവർ. ഒരേ സ്ഥലത്തെത്തി ലക്ഷ്യം നേടി ഇരുളിൽ മറഞ്ഞവർ. അന്വേഷണ വഴിയിൽ പോലീസിന് ഒരാളുടെ പേര് കിട്ടി: സഹൽ ഹംസ. മുഖ്യ ആസൂത്രകൻ, കമാൻഡർ, അഭിമന്യു വധത്തിന്റെ മാസ്റ്റർ മൈൻഡ്. കൃത്യമാസൂത്രണം ചെയ്തതിലും കൊലയാളി സംഘത്തെ ഏകോപിപ്പിച്ചതിലും പ്രധാന പങ്കുവഹിച്ചത് സഹൽ ഹംസയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. സഹൽ ഹംസയാണ് അഭിമന്യുവിനെ കുത്തിയത്. പോലീസ് അയാൾക്കായി വലവിരിച്ചു. പക്ഷേ സഹൽ ഹംസ അജ്ഞാതനായി. അയാൾ പോലീസിനെ വട്ടം ചുറ്റിച്ചു. പോലീസ് പ്രാഥമികമായി തയ്യാറാക്കിയ പ്രതികളുടെ പട്ടികയിൽ ആകെ 30 പേരുണ്ടായിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 20 പേരെയായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത്. അപ്പോഴും പോലീസിന്റെ കണ്ണിലെ മുഖ്യപ്രതി സഹൽ ഒളിവിൽ തന്നെയായിരുന്നു. പോലീസിന് പിടികൂടാൻ കഴിയാതിരുന്ന പ്രധാന പ്രതി സഹൽ ഹംസയെ പക്ഷേ കോവിഡ് പിടികൂടി. കൊലപാതകം നടന്ന ഏകദേശം 2 വർഷത്തിനു ശേഷം 2020 ജൂൺ 18 വ്യാഴാഴ്ച മേക്കാട്ട് സഹൽ ഹംസ എന്ന 23-കാരൻ കീഴടങ്ങി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ടെത്തുകയായിരുന്നു അയാൾ. കൊലപാതകത്തിനു ശേഷം കർണാടകയിലെ ഷിമോഗയിലേക്കാണ് അയാൾ പോയത്. ഒടുവിൽ കോവിഡ് കാലമായി. ലോക്ക്ഡൌണും മാപ്പിംഗും ഐഡന്റിറ്റിയുമൊക്കെ പ്രശ്നമായപ്പോൾ സഹൽ പുറത്തുചാടി. ഒളിത്താവളങ്ങളിൽ തുടരാൻ ബുദ്ധിമുട്ടായി. അതോടെ ഇയാൾ കേരളത്തിൽ തിരിച്ചെത്തി കീഴടങ്ങി. സഹലാണ് അഭിമന്യുവിനെ കുത്തിയതെന്നാണ് ആരോപണം. അർജുനെ കുത്തിയയാൾ മുഹമ്മദ് ഷാഹിം.
മുഹമ്മദ് ഷാഹിം 2019 നവംബറിൽ കോടതിയിൽ കീഴടങ്ങി. ആക്രമണം ആസൂത്രണം ചെയ്തവരിൽ ഒരാൾ ഷാജഹാൻ. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്ക് ആവശ്യമായ പരിശീലനം നൽകിയത് ഷിറാസ്. ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാനതല നേതാവായ റിഫ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റിലായി. കേസിലെ 13ാമത്തെ പ്രതി മനാഫ് 2010 പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ പ്രതികളിൽ ഒരാളാണ്. ഈ കേസ് കേരള പോലീസിന് ഒരു ഐ ഓപ്പണറായി. കുറ്റവാളികളുടെ ഫോർമേഷൻ, കൊലപാതക രീതി, ആസൂത്രണം, ഗൂഢാലോചന, പരിശീലനം എല്ലാമുണ്ട്. എന്നിട്ടും പരസ്പരം ബന്ധമില്ലാത്ത കുറ്റവാളിക്കൂട്ടം. അത് മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവർത്തന രീതി വെളിവാക്കുന്നതായി. അഭിമന്യു വധം, അതിന്റെ എക്സിക്യൂഷനിലെ ഒരു അപൂർവ തിയറി. അത് ഞെട്ടിക്കുന്നതാണ്. പരസ്പരം വ്യക്തിപരമായി പരിചയമില്ലാത്തവർ ഒരേ ലക്ഷ്യത്തിന് ഒത്തുചേർന്നു. റിമോട്ട് കമാൻഡ്, പല പൽചക്രങ്ങൾ ചേർന്നുള്ള ഒരു യന്ത്രം പോലെ അവർ പ്രവർത്തിച്ചു. അക്രമി സംഘത്തിലെ ആരും പരസ്പരം അടുത്ത സുഹൃത്തുക്കളോ ഒരേ നാട്ടുകാരോ ആയിരുന്നില്ല. അവർ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകളുടെ വിവിധ പ്രാദേശിക യൂണിറ്റുകളിൽ നിന്നുള്ളവരായിരുന്നു. കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഇവർക്ക് ലഭ്യമാകും. പരസ്പരം അറിയില്ലെങ്കിലും ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്നും എവിടെയാണ് എത്തേണ്ടതെന്നും കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. വാട്സാപ്പാണ് സന്ദേശങ്ങൾക്കുള്ള മീഡിയമായി ഉപയോഗിച്ചത്. പോലീസ് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത് ഈ ആക്രമണം നടത്തിയത് ഒരു ഹിറ്റ് സ്ക്വാഡ് മാതൃകയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണെന്നാണ്. സംഘത്തിലെ ഓരോരുത്തർക്കും കൃത്യമായ ചുമതലകളുണ്ടായിരുന്നു. ഒരാൾ ഇരയെ തിരിച്ചറിയുക, മറ്റൊരാൾ ഹാൻഡ് ലോക്കിങ്ങിലൂടെ മുന്നോട്ട് നെഞ്ച് നിവർത്തിച്ച് പിടിച്ചു നിർത്തുക, വേറൊരാൾ മാരകമായി കുത്തുക എന്നിങ്ങനെ ചുമതലകൾ വിഭജിച്ചിരുന്നു. പരസ്പരം പരിചയമില്ലാത്തവർക്ക് പോലും ഒരേ രീതിയിൽ ആക്രമണം നടത്താനായി. അത് അവർക്ക് ലഭിച്ച ഒരേതരം കായിക ആയുധ പരിശീലനം കൊണ്ടാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഒരു കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളെപ്പോലെയാണ് അവരും പ്രവർത്തിച്ചത്. 20ഓളം വരുന്ന ആക്രമികൾ പരസ്പരം അറിയാത്തവരും പുറത്തുനിന്നുള്ളവരുമാണ്. പ്രതികളിൽ ഒരാളെ പിടിച്ചാൽ അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനാവില്ല. കുറ്റവാളികളായ പ്രതികളുടെ കണ്ണി ആ രീതിയിൽ മുറിഞ്ഞാൽ കോടതിയിൽ കേസും ദുർബലമാകും. പിടിയിലായവർ പോലും പിന്നീട് രക്ഷപ്പെടും. അക്രമികൾ തമ്മിൽ കാണുക 5-10 മിനിറ്റ് മാത്രം. കൂടിച്ചേരാൻ നിർദ്ദേശം ലഭിച്ച സ്ഥലം മഹാരാജാസ് കോളേജിന്റെ പിൻഭാഗത്തുള്ള MG റോഡിലെ ഒരു പോയിന്റായിരുന്നു. അവിടെ വെച്ചാണ് 10 മിനിറ്റ് കൊണ്ട് പദ്ധതി ആസൂത്രണം ചെയ്തതും ആയുധങ്ങൾ കൈമാറിയതും. അഭിമന്യുവിനെ കുത്തിയ സഹൽ ഹംസ അന്ന് രാത്രി മാത്രമാണ് ആ ക്യാമ്പസിലേക്ക് വന്നത്. അയാൾക്ക് അഭിമന്യുവുമായി മുൻപരിചയമോ വ്യക്തിപരമായ ശത്രുതയോ ഉണ്ടായിരുന്നില്ല. ടാർഗറ്റ് നടപ്പാക്കുക മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അഭിമന്യുവിന് നീതി വൈകുകയാണ്. കേസിന്റെ രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായതിന്റെ പിന്നിലെന്ത്? കേസിന്റെ വിചാരണ വൈകുന്നതെന്തുകൊണ്ട്? വളരെ സങ്കീർണമായ കേസാണ് അഭിമന്യു വധം. 5000 പേജുള്ള കുറ്റപത്രമാണ് കേസിൽ സമർപ്പിക്കപ്പെട്ടത്. സാക്ഷികൾ 116 പേർ. വിചാരണ വൈകിയതിന് ഹൈക്കോടതിയിൽ കേസ് വന്നു. നടപടികൾ ആരംഭിക്കാനിരിക്കെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിന്റെ പ്രധാന രേഖകൾ കാണാതായി. നേരത്തെ തന്നെ പ്രതികൾക്കുള്ള കോപ്പികൾ നൽകിയതിനാൽ വിചാരണയെ അത് ബാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. 2019 ജനുവരിയിൽ രേഖകൾ കാണാതായി എന്നാണ് നിഗമനം. 2023 സെപ്റ്റംബറിൽ രേഖകൾ നഷ്ടപ്പെട്ട വിവരം സെഷൻസ് ജഡ്ജി ഹണി M വർഗീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2023 ഡിസംബർ 1 രേഖകൾ കാണാതായ വിവരം സെഷൻസ് കോടതി ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചു. തുടർന്നാണ് രേഖകൾ പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എറണാകുളം സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് ട്രാൻസ്ഫറായി പകരം ജഡ്ജി ഉടനെത്തും. ജഡ്ജി എത്തിയാൽ ഉടൻ തന്നെ കേസ് വിചാരണ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കും.
ഓരോ മലയാളിയുടെയും നെഞ്ചു കീറിമുറിച്ചൊരു കരച്ചിൽ. നാൻ പെറ്റ മകനെ എൻ കിളിയെ. അമ്മ അഭിമന്യുവിന്റെ മുഖം ചേർത്ത് തലമുറയിട്ടപ്പോൾ അവന്റെ സുഹൃത്തുക്കൾ അവന് വേണ്ടി ഒരു സ്മാരകം പണിതു. 2 വാക്കുകളായിരുന്നു ആ സ്മാരകം: വർഗീയത തുലയട്ടെ. ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് ആ മുദ്രാവാക്യം പടർന്നു. കേരളം കണ്ട ഏറ്റവും ബ്രൂട്ടലായ കൊലപാതകത്തിന്റെ ഒരു ജീവൻ പകരം വെച്ചതിന്റെ ബാക്കിയാണ് ആ മുദ്രാവാക്യം. അവനുള്ള ഏക നീതിയും ഇപ്പോൾ അതാണ്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.